അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ വിഷയം കേന്ദ്ര സർക്കാർ UP സർക്കാരും മാക്സിമം അത് കത്താതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതല്ല, ജനങ്ങളിലകത്തോട്ട് അത് ഡീപ്പായിട്ട് കയറി. പ്രത്യേകിച്ച് BJP സപ്പോർട്ടേഴ്സ്, RSS സപ്പോർട്ടേഴ്സ്, VHP സപ്പോർട്ടേഴ്സ്. അപ്പം അവരുടെ ഇടയ്ക്കിലൂടെ ഈ കയറിക്കഴിഞ്ഞപ്പോഴാണ് E20 വിഷയം അത് കയറി അങ്ങ് കത്തുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ BJP സപ്പോർട്ടേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് കൊണ്ടുവന്ന സംഭവമാണ് ഈ പറയുന്ന E20. E20 വിഷയം ഒരു ഭാഗത്ത് രാമക്ഷേത്രത്തിലെ മോഷണ വിഷയം കത്തുമ്പോൾ, മറ്റൊരു ഭാഗത്ത് കത്തുന്ന E20 വിഷയമാണെങ്കിൽ വേറൊരു ഭാഗത്ത് നിതിൻ ഗഡ്കരി കൊണ്ടുവന്ന നാഷണൽ ഹൈവേ, അതായത് എക്സ്പ്രസ് ഹൈവേ, ഡെറാഡൂൺ ഹൈവേ, അങ്ങനെ പല ഹൈവേകളുണ്ട്. ഇതെല്ലാം പണിത് ഇനാഗുറേറ്റ് ചെയ്ത് 100 ദിവസം ആകുന്നതിന് മുമ്പ്, മനസ്സിലാക്കുക, മഴക്കാലത്തിന് മുമ്പ്, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ വരെ ഉണ്ട് ഇതിനകത്ത്. ഓരോന്നായിട്ട് പൊങ്ങി അങ്ങ് വരികയാണ്. അതായത് മോദി ഗവൺമെൻറ് കഴിഞ്ഞ 12 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ചലഞ്ച് അവരെവിടുന്ന് നേരിട്ട്. ഇതിന് പ്രതിപക്ഷം കൊണ്ടുവന്ന സാധനമൊന്നും അല്ല. ഇത് BJPക്കാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ പൊക്കി അങ്ങോട്ട് കൊണ്ടുവന്നൊരു ഇഷ്യൂ ആണ്. അതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പെട്ടുപോയത്, അതായത് ഡയറക്റ്റ് സ്കാം തന്നെയാണ് E20 എന്ന് പറയുന്നത്. അതായത് എത്തനോൾ, പെട്രോളിൻ്റെ അകത്ത് ചേർത്ത് വിൽപ്പന നടത്തുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ, അതായത് ഇന്ത്യൻ എക്സ്പ്രസ്, അങ്ങനെയുള്ള പല പത്രങ്ങൾ, അവർ പല വർക്ക്ഷോപ്പുകളിൽ പോയി ചോദിച്ചു. അതായത് അവിടെ E20 വിഷയവുമായി ബന്ധപ്പെട്ട മൈലേജിൻ്റെ കാര്യം ചോദിക്കുന്നു, അതേപോലെ വണ്ടികൾ കേടാകുന്ന വിഷയത്തെപ്പറ്റി ചോദിക്കുന്നു. കൃത്യമായിട്ട് പറയാം, പല ആൾക്കാരും അതിൻ്റെ ലൈവും ബ്രോഡ്കാസ്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഗോദി മീഡിയ, അതായത് മോദിയെയും BJPയെ അനുകൂലിക്കുന്ന മീഡിയ, അതിനെ ആമിക്കബിളി സെറ്റിൽ ചെയ്യാനും അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില പത്രങ്ങൾ മുന്നോട്ട് വന്നു. എന്താണ് യഥാർത്ഥ ഇഷ്യൂ? അതിനകത്ത് ഈ പറയുന്ന വർക്ക്ഷോപ്പ് ഉടമകളോടും ചീഫായിട്ട് വർക്ക്ഷോപ്പിലുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ അർത്ഥശങ്കയില്ലാത്ത വിധം പറയുകയാണ് മൈലേജ് കുറയുന്നുണ്ട്, അത് 30% വരെ കുറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത്, വർക്ക്ഷോപ്പിൽ വരുന്ന വണ്ടികളിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ കേടായി വരുന്ന E20 ഉപയോഗിച്ചതിൻ്റെ പേരിലാണ്. ഇവിടെയാണ് നിതിൻ ഗഡ്കരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ട് സ്പോട്ടിലും ഹോട്ട് സീറ്റിലുമായിപ്പോയി. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതേപോലൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്ന്. കാരണം അദ്ദേഹം ചലഞ്ച് ചെയ്തു. അതായത് മൈലേജ് കുറയുന്ന കാര്യം ഗവൺമെൻറ് അഡ്മിറ്റ് ചെയ്തു. മൈലേജ് കുറയും. മനസ്സിലാക്കുക, 2014 മുമ്പ്, അതായത് UPയെ ഭരിച്ച സമയത്ത് എത്തനോളും ഇല്ല, ഗിത്തനോളും ഇല്ല. ഇവിടെ പ്യൂറായിട്ടുള്ള പെട്രോൾ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിനും ഈ വില, ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എത്തനോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വില അങ്ങ് കൂട്ടി. ഇപ്പോൾ പല വ്യാഖ്യാനങ്ങളും വരുന്നു, പല പരീക്ഷണങ്ങളും, പല ലാബ് റിപ്പോർട്ടുകളും വരുന്നു. അതായത് ഗവൺമെൻറ് കൊടുക്കുന്ന, അതായത് ഗവൺമെൻറ് പ്രൈവറ്റ് കമ്പനികൾ കൊടുക്കുന്ന എത്തനോൾ അതിനകത്ത് വരെ മായമാണ്. അതുകൊണ്ടാണ് വാഹനങ്ങൾ ഇത്രയും കേടാവുന്നത്. ആരാണ് പണം ഉണ്ടാക്കുന്നത്? അതായത് ഗഡ്കരിയുടെ മക്കളും മറ്റ് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടാക്കിയ എത്തനോൾ ഫാക്ടറി ശരിക്കും പണം ഉണ്ടാക്കി. അവരിപ്പോഴും ഉണ്ടാക്കുന്നു. അതായത് പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ പല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മെർസിഡസ് ബെൻസ്, അതായത് ഏകദേശം 17 മുതൽ 18 കിലോമീറ്റർ വരെ കിട്ടുന്ന വാഹനങ്ങൾ പെട്ടെന്ന് 10 കിലോമീറ്ററിലോട്ട് പോകുന്നു. അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ 5 കിലോമീറ്റർ പെർ ലിറ്റർ പെട്രോളിൽ ഈ രീതിയിലൊക്കെ താഴുകയാണ്. അതായത് മോദി ഗവൺമെൻറ് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഈ പറയുന്ന E20 എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ ന്യായീകരിക്കാൻ വശമില്ലാതായി. കഴിഞ്ഞിടയ്ക്ക് ഗഡ്കരി ഇവിടുത്തെ ഒരു ഹിന്ദി ചാനലുമായിട്ട് ഇൻ്റർവ്യൂവിനകത്ത് ഇദ്ദേഹത്തെ ശരിക്കും എടുത്തിട്ടൊക്കെ പൊടയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഗഡ്കരിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ആരാണ് ഈ എത്തനോൾ കൊണ്ട് ലാഭം ഉണ്ടാക്കിയത്? ഗഡ്കരിയുടെ മക്കളും അവരുടെ ഫാമിലിയും
BJPയെ സപ്പോർട്ട് ചെയ്യുന്ന കച്ചവടക്കാരുമാണ് പണം ഉണ്ടാക്കിയത്. ഇതിനകത്ത് ഗവൺമെൻറ്റിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അയാൾ പറയുന്നത്, അതായത് ഗഡ്കരി പറയുന്നത്, അതായത് ഡോളറിലുള്ള സംഭവം, അതായത് പെട്രോളും ക്രൂഡ് ഓയിലും മേടിക്കുമ്പോൾ അതിൻ്റെ കുറവുണ്ടായി, പകരം ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി അനുകൂലമായിട്ട് നിന്നു. പക്ഷെ അതും അങ്ങ് പൊളിയുകയാണ്. ഈ എത്തനോൾ എന്ന് പറയുന്ന ആ ഒരു റേറ്റിന് വിറ്റ് കഴിഞ്ഞാൽ അത് ലാഭത്തിലാവത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മുഴുവനും മായം അങ്ങ് ചേർത്ത്, അതായത് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും മായവും അഡൾട്ടേഷൻ രീതിയിലാണ് ആയിട്ട് ഗവൺമെൻറ് തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു ഭവിഷ്യത്തുണ്ട്. അതായത് ഇന്ത്യയിൽ ഇത്രമാത്രം വാഹനങ്ങൾ, ഏകദേശം 30-35 കോടിയോളം വാഹനങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനകത്ത് പെട്രോളിയം വാഹനങ്ങൾ ഇത്രമാത്രം ഉണ്ട്. അതിനകത്ത് ഇതേപോലെ സംഭവങ്ങൾ ചേർത്തങ്ങോട്ട് ഈ വാഹനങ്ങളെല്ലാം കേടായി കഴിഞ്ഞ്, അതായത് ശരിക്കും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഗഡ്കരി തന്നെ ചലഞ്ച് ചെയ്തു, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ കേടാവത്തില്ല. പക്ഷെ പല ആൾക്കാരും ഇതുമായി റിപ്പോർട്ടുകളായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. ഇതോടുകൂടി ഗഡ്കരി അങ്ങ് പെട്ടു. അതായത് ഒന്നാമത് മൈലേജ് ഇല്ല, രണ്ടാമത് വാഹനങ്ങളുടെ കേടുപാടുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നു. അപ്പോൾ ആർക്കാണിത് ലാഭം ഉണ്ടാക്കിയത്? ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റുമായിട്ട് ഇന്ത്യയെ കൊള്ളയടിക്കുന്നവർക്ക് ലാഭം ഉണ്ടായി. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റിയായി. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അടുത്ത സമയത്ത് ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ഒരാഴ്ചയോളം അദ്ദേഹം എത്തനോളിനെ ഡിഫെൻഡ് ചെയ്തു. ഇപ്പം പെട്ടെന്ന് അയാളങ്ങ് പിന്മാറി എത്തനോൾ ഇഷ്യൂവിൽ നിന്നും. കാരണം കംപ്ലൈൻറ്റുകൾ അതേപോലെ വരാൻ തുടങ്ങി. മോദി ഗവൺമെൻറ് മോദിക്കെതിരെ ഇവിടെയുള്ള BJPക്കാർ ആദ്യമായിട്ട് കൈചൂണ്ടുന്ന പ്രശ്നമായി മാറി. രാമൻ്റെ ഇഷ്യൂ, എത്തനോൾ ഇഷ്യൂ, നാഷണൽ ഹൈവേ, അതിൻ്റെ അകത്തുനിന്ന് ഗവൺമെൻറ്റിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, എത്തനോൾ എന്ന് പറയുന്ന ഇഷ്യൂ, അതായത് E20 എന്ന് പറയുന്ന ഇഷ്യൂ മോദി ഗവൺമെൻറ്റിന് അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് എവിടെയും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. പണം ഉണ്ടാക്കുന്നവന് കള്ളപ്പണം ഉണ്ടാക്കുന്നു. അതായത് ഒന്നുമല്ലാത്ത പ്രതിപക്ഷം, അതായത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മരപ്പൊട്ടനും മരമണ്ടനും എവിടൊക്കെയോ കറങ്ങാൻ പോയി, ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. പക്ഷെ ജനങ്ങൾ ഈ ഇഷ്യൂ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയാണ് പിക്ചർ മാറാൻ പോകുന്നത്. അതായത് വാഹനം ഉപയോഗിക്കുന്ന ഒരുപെട്ട ഇന്ത്യക്കാരെല്ലാം വാഹനം ഉപയോഗിക്കുന്നവരാണ്. ബൈക്ക് ഉൾപ്പെടെ, കാർ ഉൾപ്പെടെ മറ്റുള്ള ഉപയോഗിക്കുന്നവരാണ്. ഇവരുടെ ഇതിന് EMI കൊടുക്കണം. ഇവർ ഈ കൂടുതൽ വില കൊടുത്ത് വാഹനം വാങ്ങിയത് മൈലേജിന് വേണ്ടിയാണ്. ആ മൈലേജ് ഗവൺമെൻറ് ഇല്ലാതാക്കുന്നു അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഇതേപോലെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ഇതിനൊന്നും ഗവൺമെൻറ് ഉത്തരം കൊടുക്കുന്നില്ല. നിതിൻ ഗഡ്കരിയാണ് പൂർണ്ണമായിട്ട് ഡിഫെൻസീവ് റോളിൽ പോയി. ഇനി നമുക്ക് അറിയാൻ പോകുന്നത് എത്രമാത്രം ഇത് ഗവൺമെൻറ്റിന് ക്ഷീണമുണ്ടാക്കി. അതിനെ ഈ പറയുന്ന രാമകഥയും അതേപോലെ രാമരാജ്യവും ഹിന്ദുത്വ സംഭവമൊന്നും ഈ പരിപാടിക്കകത്ത് കയറി ഏകത്തില്ല. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായ ഹിന്ദുക്കളുടെ തന്നെ വാഹനങ്ങൾ അത് എല്ലാ കൂട്ടരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എത്തനോൾ E20 ഇഷ്യൂവിൽ ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളമാണെന്നും തെളിഞ്ഞു. ഇവിടെയാണ് മോദി ചലഞ്ച് ചെയ്യുക. അതായത് ഒരു ടെസ്റ്റ് തന്നെയാണ് എത്തനോൾ ഇഷ്യൂവിനേക്കാളും ഏറ്റവും വലിയ ചലഞ്ച്. എത്തനോൾ ഇഷ്യൂവാണ് രാമൻ്റെ ഇഷ്യൂവിനേക്കാളും എല്ലാ പബ്ലിക്കിനെയും ബാധിക്കുന്ന ഇഷ്യൂ. ഇവിടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് മോദി എങ്ങനെയുള്ള ഉത്തരവാണ് പബ്ലിക്കിന് കൊടുക്കാൻ പോകുന്നത്. അതൊരു വിഷയം തന്നെയാണ്.